എല്ലാ പട്ടാളക്കാരും ഡാൻസൊക്കെ ചെയ്ത് പിറ്റേന്ന് സൗത്ത് ഹീറോ നോർത്തിലേക്ക് വന്നു. അവിടെയാണെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങാണ്. അതിൽ പെട്ട് ചെക്കൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ഇവിടെ സൗത്തിലാണെങ്കിൽ വളരെ സുഖകരമായ ജീവിതം. നോർത്തിൽ നിന്ന് കുറേ കാലമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് നോർത്ത് ഹീറോ സൗത്തിൽ വന്ന് വെട്ടി വിഴുങ്ങായിരിക്കും. ഈ നേരത്ത് സൗത്തിലെ കൂട്ടുകാരൻ സോൾജറില്ലേ, അയാളെ ക്യാപ്റ്റൻ ഈ ലോട്ടറി പണം വാങ്ങാൻ വേണ്ടി പറഞ്ഞുവിടാം. വെറുതെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അതുകൊണ്ട് കയ്യോ കാലോ പൊട്ടിച്ചൊടിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് വേണം അവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാൻ. ഇപ്പൊ കൈയൊടിക്കാൻ വേണ്ടി കുറച്ചധികം ആയുധങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേതാ വേണ്ടെന്ന് വെച്ചാൽ ചൂസ് ചെയ്തോളാൻ പറയും ഹീറോ. ഇതെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിക്കാസ് എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. കൂട്ടുകാരൻ സോൾജർ അത് വേണ്ട, ഈ കുക്കറിന്റെ കൈപ്പിടി വെച്ച് തട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഒരു പ്ലാസ്റ്റിക് വെപ്പൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൈ അടിച്ചൊടിക്കണം. ഒടിഞ്ഞാൽ മാത്രമേ 10 ദിവസത്തെ ലീവ് കിട്ടുള്ളൂ. ക്യാപ്റ്റൻ തല്ലി ഒടിക്കുകയാണ്. ഒടിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് വണ്ടി കയറി കൂട്ടുകാരൻ സോൾജർ ആശുപത്രിയിലേക്ക് പോകുന്നു. പോകുന്നതിന് മുന്നേ പോക്കറ്റുള്ളൊരു ഷഡ്ഡി കൊടുത്തു വിടുന്നുണ്ട് ക്യാപ്റ്റൻ. കാരണം ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. ആ ഷഡ്ഡി പോക്കറ്റിൽ വേണം ഈ ലോട്ടറി വെച്ച് കെയർഫുള്ളായിട്ട് ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ. അതും കറക്റ്റ് സെൻറ്റർ പോയിന്റിലാണ് വെച്ച് കൊടുക്കുന്നത്. കൂട്ടുകാരൻ സോൾജർ അതിനെ താലോലിച്ച് ഒന്നും പറ്റാതെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകാം. ഇവൻ താലോലിക്കുന്ന കാണുമ്പോൾ ഇവനുമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന സോൾജറിൻ്റെ സംശയം ഇവൻ ഞരമ്പനാണെന്ന്. ഈ നേരത്ത് നോർത്തിലെ ട്രെയിനിങ് ഒക്കെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് നമ്മുടെ സൗത്ത് ഹീറോ. പുതിയൊരു സെലക്ഷൻ വന്നിട്ടുണ്ടല്ലോ, അവനെ ട്രെയിൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സീനിയർ ഹീറോയുടെ വയറ്റിൽ വലിയൊരു കല്ല് വെച്ച് കൊടുത്തിട്ട് വേറൊരാളെ ആ കല്ലി ചമ്മട്ടം കൊണ്ട് അടിച്ച് പൊട്ടിച്ച് ട്രെയിൻ ചെയ്യിക്കുക. അങ്ങനെ അടിയും കൊണ്ട് നൊന്തിരിക്കുന്ന ഹീറോയുടെ അടുത്തേക്ക് അവിടുത്തെ ക്യാപ്റ്റൻ വന്ന് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോയെ ഫാമിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കണ്ട, ഞാൻ ഫാമിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാന്ന് പറഞ്ഞ് ഫാമിലേക്ക് കൊണ്ടുപോകും. ഈ നേരത്ത് സൗത്തിൽ ഹീറോയുടെ താഴെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നില്ലേ, ആ ചെറുക്കനെ സീനിയർമാരെല്ലാം റാഗ് ചെയ്യുന്നു. അവരുടെ ഷൂ പോളിഷ് ചെയ്യാൻ പറയാണ്. ഇത് കാണുമ്പോൾ നോർത്ത് ഹീറോ ആ ചെറുക്കനെ സഹായിക്കാൻ വേണ്ടി, നീ വിഷമിക്കണ്ട, ആദ്യകാലങ്ങളിൽ ഇങ്ങനത്തെ റാഗിങ് ഒക്കെ ഉണ്ടാവും, പിന്നീട് അത് ശരിയായിക്കോളും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഷൂ പോളിഷ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷൂല് തുപ്പി തുടച്ച് അത് വൃത്തിയാക്കി കാണിച്ചു കൊടുക്കുന്നു. ഇടയ്ക്ക് മണത്ത് നോക്കി നക്കുന്നൊക്കെയുണ്ട്. ഇവൻ എന്തൊക്കെയോ വൃത്തികേട് കാണിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവസാനം ഷൂ നല്ല വെട്ടിത്തിളങ്ങുന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ ഷൂ പോളിഷ് കണ്ടിട്ടില്ല. തുപ്പലുകൊണ്ട് സീനിയർമാർക്ക് വൃത്തിയാക്കി കൊടുക്കുക, അതാണ് ഞങ്ങൾ അവർക്ക് ചെയ്യുന്ന സേവ, നീയും പഠിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഈ സമയം ഇവിടെ ഹീറോ, പാർക്ക് ഹീറോ, അവൻ ഫാമിലേക്ക് എത്തി ഫാമിലെ കുഞ്ഞു പയ്യനുമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കുഞ്ഞു പയ്യൻ പറയുക, ഇവിടുത്തെ താറാവോ കോഴിയോ മുട്ടയിടുന്നില്ല, അതേപോലെ പന്നികൾ പ്രസവിക്കുന്നുമില്ല, അതിനെന്തെങ്കിലും വിദ്യ ഉണ്ടാകുന്നു. ഹീറോ പറയും, പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവർക്കും കുറച്ച് പ്രൈവസിയൊക്കെ വേണം, അവർക്ക് നാണമൊക്കെ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് മൂടും വരണം. അതുകൊണ്ട് അതിനൊത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവർ എണ്ണ ചേരുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം, അപ്പം ശരിയാവുമെന്ന് പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടവർ ഹൗസിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. ഹീറോ അത് ആരാന്ന് ചോദിക്കും. നമ്മുടെ ഫാമിലെ സോൾജർ ലേഡിയാണെന്ന് ആ പയ്യൻ പറയും. ഈ സോൾജർ ലേഡിയെ ഹീറോ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അവൾ യൂണിഫോമും ധരിച്ച് ഫാമിലേക്ക് നടന്നു വരുന്നത്. തൻ്റെ സ്വപ്ന ദേവതയെ നേരി കണ്ടതുപോലെയായി ഹീറോയ്ക്ക്. മൊത്തം പ്രകാശം മിന്നി മറയുന്നു. ഒരു സെക്കൻഡ് അവൻ സ്തബ്ധനായി. കണ്ടതും കാതൽ വിരിഞ്ഞു. അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു വണക്കം വെച്ചിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോ. അന്ന് രാത്രി ഈ കോഴിക്കും ആടിനും പന്നിക്കും ഒക്കെ പ്രൈവസി ഉണ്ടാക്കി കൊടുത്തിട്ട് പാട്ടും വെച്ച് ലൈറ്റും ഇട്ട് ഫസ്റ്റ് നൈറ്റ് മൂടാക്കി കൊടുത്തിട്ട് പോവാണ് ഹീറോ. രാത്രി താറാവിനും കോഴിക്കും പന്നിക്കൊക്കെ മൂടായി. ഭയങ്കര ബഹളം. പിറ്റേന്ന് ഇവിടെ സൗത്തില് റൗണ്ട്സിന് ഇറങ്ങുന്ന പട്ടാളക്കാരിൽ ഒരാള് ശത്രുക്കൾ സ്ഥാപിച്ച മൈനിന്റെ പുറത്ത് കാലുവയ്ക്കും. ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം പേടിച്ച് മാറി നിൽക്കുക. ഇയാളെ എങ്ങനെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മുടെ നോർത്ത് ഹീറോ മുന്നോട്ട് വന്ന് ധൈര്യത്തോടെ ആ കുഴിബോംബ് ഡിസ്മാൻഡിൽ ചെയ്ത് അത് ചവിട്ടിയിരുന്ന പട്ടാളക്കാരനെ രക്ഷപ്പെടുത്തിയിട്ട് ഈ ബോംബ് ദൂരേക്ക് വലിച്ചെറിയും. അത് പൊട്ടിത്തെറിക്കുക. എന്നാൽ ആൾക്കാർക്ക് ഒരപായം സംഭവിക്കുന്നില്ല. കൂടെയുള്ളവരെല്ലാം കൈയടിച്ച് നമ്മുടെ നോർത്തിനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ആ മൈൻ സ്ഥാപിച്ചെന്നെ നമ്മുടെ ഈ നോർത്തനായിരുന്നു. ഈ നേരം നോർത്തിലെ നമ്മുടെ കുഞ്ഞു പട്ടാളച്ചക്കനല്ലേ, അവൻ വന്ന് ഫാമിൽ നോക്കുമ്പോണ്ട് നൂറ്റിക്കണക്കിന് മുട്ടകളിട്ടിരിക്കുക, കോഴിയും താറാവും. ആൺതാറാവാണെങ്കിൽ രാത്രി മുഴുവൻ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നു, ടയർഡായി പാവം. ഈ കോഴിക്കുട്ടികളും താറാവ് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിൽ വലിയ വർധന ഉണ്ടായപ്പോൾ ഇവരൊരു ഗുണ്ട് ചീഫ് കാണാൻ വരുന്നുണ്ട്. അയാൾ ഈ മാജിക് കണ്ട് ഞെട്ടിപ്പോ. ഇതിനെല്ലാം കാരണക്കാരൻ സൗത്ത് ഹീറോ ആണെന്ന് മനസ്സിലാക്കിയിട്ട്, നീ ഇത്രയും കാലം എവിടെ ഉണ്ടായിരുന്നടാ മുത്തേ, നീ ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ്, നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് ട്രെയിനിങ് സ്കൂളിലേക്ക് പറഞ്ഞുവിടാണ്, ഇനി നിന്റെ സേവനം അവിടെ ആവട്ടെ. ഹീറോ ഇവിടുന്ന് സ്ഥലം വിട്ടുപോയാൽ പണിയാവുന്നു മനസ്സിലാക്കിയ ക്യാപ്റ്റൻ, കേണൽ ഇവിടെ തന്നെ ഒരുപാട് ജോലിയുണ്ട്, പയ്യൻ ഇപ്പൊ പറഞ്ഞു വിടണോ, കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കും. പക്ഷെ കേണൽ സമ്മതിക്കുന്നില്ല. എന്റെ തീരുമാനങ്ങൾ ആജ്ഞാപനമാണ്, അതിനാരും എതിർത്ത് സംസാരിക്കരുത്. നാളെ തന്നെ ഹീറോ അങ്ങോട്ട് പോണെന്ന് പറയും. ഹീറോ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി അവനെ കൊണ്ടുപോകുന്ന ട്രക്ക് ഇവര് റിപ്പയർ ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ നോർത്ത് കൂട്ടുകാരൻ അവൻ അറിയാവുന്ന കുറെ സാധനങ്ങൾ ഈ ട്രക്കിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്.
ഇതിലെന്തഴിച്ചാലാണ് വണ്ടി ഓടാത്തതെന്നറിയില്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ആ വണ്ടി റിപ്പയർ ചെയ്യാൻ 3-4 ദിവസം എന്തായാലും എടുക്കും. അതുവരെ നീ പോവേണ്ട ആവശ്യമില്ല എന്നിവൻ പറഞ്ഞു തീരുമ്പോഴേക്കും ആരോ ഒരാള് അടിപൊളിയായി ആ ട്രക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും നേരം ഇവൻ അഴിച്ചു മാറ്റിയത് എന്തൊക്കെയാണാവോ. ഈ സമയത്ത് സൗത്തില് കുഴിബോംബ് പൊട്ടാതെ കുറേയധികം പട്ടാളക്കാരെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ആ ധീരനായ പട്ടാളക്കാരനെ കാണാൻ വേണ്ടി കേണൽ വന്നിരിക്കുക. ക്യാപ്റ്റൻ കേണലെ കൊണ്ടുപോയി നമ്മുടെ നോർത്ത് ഹീറോയെ കാണിച്ചു കൊടുക്കും. കേണൽ നോർത്ത് ഹീറോയെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കി, എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നിന്റെ നാട് എവിടെയാണെന്ന് ചോദിക്കും നോർത്ത് ഹീറോയുടെ അടുത്ത്. അവന് നാട് എവിടെയാണെന്ന് പറയാൻ അറിയില്ല. തന്റെ നോർത്ത് കൊറിയ കഴിഞ്ഞാൽ പിന്നെ ജർമ്മനിയിലെ ഏതോ ഒരു സ്ഥലപ്പേര് അറിയുള്ളൂ. ഇവനത് പറഞ്ഞാളെ. ഇത് കേട്ട് കേണൽ അതിശയിച്ചു. ജർമ്മനിയിൽ നിന്ന് വന്ന പയ്യനാണോ നീ? പണ്ട് വിപ്ലവകാലത്ത് ജർമ്മനി പോയ കുടുംബം തിരിച്ചു വന്ന് സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. രാജ്യസ്നേഹം നിന്നെ വിട്ടുപോയിട്ടില്ല. പറയ്, 4 വാക്ക് നീ ജർമ്മനിയിൽ നമ്മുടെ രാജ്യത്തെപ്പറ്റി പറയുന്നു പറഞ്ഞ് ഈ കേണൽ ചോദിക്കുക. ആകെ 8ന്റെ പണി കിട്ടിയ പോലെ. ജർമ്മനിന്ന് വന്നാണെങ്കിൽ ജർമ്മൻ പറയണമല്ലോ. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേണൽ ഇപ്പം തന്നെ നമ്മുടെ നോർത്ത് കൊറിയനെ പിടിച്ചോണ്ട് പോയി സ്പൈ ആണെന്ന് പറഞ്ഞ് മാക്സിമം ടോർച്ചർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാൽ സ്വയം ചാവാൻ വേണ്ടി അപ്പുറത്തെ ക്യാപ്റ്റൻ നോർത്ത് ഹീറോയ്ക്ക് ഒരു പോയിസൺ കൊടുത്തിട്ടുണ്ട്. അത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നോർത്ത് ഹീറോ അവൻ എപ്പോഴും കാണാറുള്ള ജർമ്മൻ സിനിമയെക്കുറിച്ച് ആലോചിക്കുക. അതിലെ ഡയലോഗ്സ് എല്ലാം അവന് മനപ്പാടാണല്ലോ. ആ ഡയലോഗ് എല്ലാം എടുത്ത് ഒരു കാച്ചങ്ങ് കാച്ചും. ഇവിടെയുള്ള ആർക്കും ജർമ്മൻ അറിയില്ല. ക്യാപ്റ്റൻ ആണെങ്കിൽ എനിക്കറിയാം ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് കൊറിയയെ പറ്റിയുള്ള ഒരു പ്രൗഡായ സ്പീച്ച് പറയും. അതാണ് പുള്ളിക്കാരൻ പറയണേന്ന് പറഞ്ഞിട്ട്. നോർത്തനാണെങ്കിൽ ഏതോ റൊമാൻറ്റിക് ഡയലോഗാ പറയുന്നത്. പക്ഷെ ക്യാപ്റ്റൻ അവന്റെ ജർമ്മൻ എല്ലാം കൊറിയയുടെ പ്രൗഡ് സ്പീച്ചാക്കി മാറ്റും. ഇത് കേട്ട് ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ കണ്ണു കലങ്ങി നെഞ്ചത്ത് രാജ്യസ്നേഹം കൊണ്ട് വിയർത്തു പോവുക. എല്ലാവരും ക്ലാപ്പ് ചെയ്യും. നമ്മുടെ ധീരനായ യോദ്ധാവ്. ഈ സമയം നോർത്തിൽ നമ്മുടെ സൗത്ത് ഹീറോയെ മാലയൊക്കെ അണിയിച്ച് കാഡറ്റ് ട്രെയിനിങ് സ്കൂളിലേക്ക് പറഞ്ഞുവിടാണ്. അവൻ അവിടെ ചെന്ന ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അങ്ങനെ നിസ്സഹായനായിട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ നോർത്ത് ലേഡി സോൾജർ. അവൾ ഈ ട്രക്കിനെ തടഞ്ഞ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട്. ഹീറോയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് ഫുഡ് പ്രൊഡക്ഷന്റെ ഇൻക്രീസിന് വേണ്ടി ഒരു ഇന്റർവ്യൂ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഹീറോയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ പാർക്കിന്റെ ട്രെയിനിങ് സ്കൂളിലേക്കുള്ള പോക്ക് ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പായിട്ടുണ്ട്. ഹീറോ നോർത്ത് ലേഡിയോട് അതിന് നന്ദി പറയും. അപ്പൊ അവളാണ് പറയുക, സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി. എന്നോട് ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു. ഞാനാണ് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ലെറ്റർ എഴുതി ഈ പോക്ക് തൽക്കാലം നിർത്തലാക്കിയത്. അതെന്റെ ചേട്ടന്റെ സേഫ്റ്റിക്കും വേണ്ടി കൂടെ. ഇത് കേൾക്കുമ്പോൾ ഹീറോ, എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട്. ഇപ്പൊ എന്താ തരാൻ കഴിയാന്നറിയില്ല. തൽക്കാലം ഈ മാല ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിലുള്ള മാല അവൾക്ക് ഇട്ട് കൊടുക്കും. അവള് പറയും, നീ പേടിക്കണ്ട, തിരിച്ച് ഈ നാട്ടിൽ നിന്ന് പോകുന്നവരെ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷെ അതിന് പകരമായി എനിക്കൊരു സംശയമുണ്ട്. സൗത്തിലൊരു വളിയനില്ലേ, എന്നെ എപ്പോഴും മൈക്കിൽ കൂടെ ടോർച്ചർ ചെയ്യുന്നവൻ, അവനെ നിനക്കറിയോ? അവനെ കയ്യെ കിട്ടിയ അവന്റെ വാ തല്ലി പൊളിക്കണമെന്ന് എനിക്കുണ്ട്. അവനെ കാണുവാണെങ്കിൽ എനിക്ക് വേണ്ടി നീ അത് ചെയ്തു തരുമോ? അവന്റെ കാലെങ്കിലും എനിക്കൊന്ന് ഓടിക്കണം. അവന്റെ അടുത്ത് ഇന്ന് വരെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് കേൾക്കുമ്പോൾ ഹീറോ ചിരിക്കും. തീർച്ചയായും നിനക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് തല്ലി ഓടിക്കാം. ഹീറോ തന്നെയാണത്. എന്നാൽ അതവൻ കേട്ട് ചിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഫാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹീറോയുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞല്ലേ, അതിനു വേണ്ടിയിട്ടാണ് അവന്റെ പോക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ആ ഇന്റർവ്യൂ ഹീറോയിന് എടുത്തു കൊടുക്കുകയാണ്. അതിൽ പാല് വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്ക് അവൾ ചോദിക്കുന്നുണ്ട്. ഹീറോ ആ ടെക്നിക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ടെക്നിക്ക് കണ്ട പെണ്ണിന് നാണം വരും. അങ്ങനെ ഈ ഫാമിങ്ങുകൾ ഇവർ പരസ്പരം ഒരുമിച്ച് കൂടെ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും മെല്ലെ മെല്ലെ പ്രണയം മുട്ടിട്ട് വിടരാ. കുച്ചു കുച്ചു കുച്ചു. പിറ്റേന്ന് ഇവർ 2 പേരുമായിരിക്കും കൺട്രോൾ റൂമിൽ നിന്ന് മൈക്ക് സെറ്റിൽ കൂടെ സൗത്ത് കൊറിയൻ പട്ടാളക്കാർക്ക് നമസ്കാരം പറയുന്നു. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഒരു യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അതിന്റെ സീക്രട്ട് എന്താണെന്ന്. നമ്മുടെ പാർക്ക് ഹീറോ പറയും, സ്നേഹമാണ്, ലവ് ആണെന്ന്. ലവ്. അവളത് കേട്ട് ചിരിക്കും. ഈ നേരം നമ്മുടെ പെണ്ണിന്റെ ചേട്ടച്ചാര് നൂഡിലും നിന്ന് ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ലവ്വോ, എടാ എന്റെ പെങ്ങള്, ലവ്വോ, അവനെ കൊല്ലും, ഞാൻ അവനെ കൊല്ലുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ് നോർത്ത് ഹീറോ. ഇവിടെ ഇവരെ 2 പേരും തമ്മിൽ പ്രണയസ്പർശനങ്ങൾ. ഈ സംഭവ വികാസങ്ങളൊക്കെ അവിടെ നടക്കെ നമ്മുടെ സൗത്ത് കൂട്ടുകാരൻ സോൾജറിലെ അവൻ ആശുപത്രിക്ക് വേണ്ടി 10 ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. ആശുപത്രിക്ക് വന്ന ചെറുക്കാൻ മെല്ലെ അവിടെ നിന്ന് ഊരി മെട്രോ ട്രെയിനിൽ കയറി ഈ ലോട്ടറി ഓഫീസിലേക്ക് പോവാണ്. പോകുന്ന വഴി ഭദ്രമായി തന്റെ പാന്റിനുള്ളിലെ ലോട്ടറി അവൻ പിടിച്ചു വെച്ച് സംരക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ പാന്റി പിടിക്കുന്ന കാണുമ്പോൾ അവരെ നാട്ടിലൊരു പെണ്ണിന് എന്തൊക്കെയോ പന്തിയേട് തോന്നും. അവളത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. ഒരു വൃത്തികെട്ട കാമഭ്രാന്തൻ പട്ടാളക്കാരൻ പാന്റി തോണ്ടി നടക്കുന്നു. ഇത് വലിയ രീതിയിൽ ആ നാട്ടിൽ അപ്പം തന്നെ വൈറലാവും. പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം നമ്മുടെ കൂട്ടുകാരൻ പട്ടാളക്കാരനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ആൾക്കാർ ഫോട്ടോയും വീഡിയോയും എടുത്ത് പോസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വൈറലാക്കും. അങ്ങനെ നമ്മുടെ ചെക്കൻ ഇപ്പോൾ നാട്ടിലെ ഫേമസ് പെർവേർട്ട് സോൾജറാണ്. അന്തനേരത്തിലെ ഇവിടെ നോർത്ത് ലേഡീനെ ശല്യം ചെയ്യാൻ ഒരു കേണലുണ്ട്. ആ സെക്ഷനിലെ ഒരേ ഒരു ലേഡി ഓഫീസർ നമ്മുടെ ഹീറോയിനാ. അവൾക്ക് വേണ്ടി കേണൽ ചില ഫെയർനെസ് ലോഷനൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
അവൾക്കത് ഇഷ്ടാവില്ല. എനിക്കിതിനോട് താല്പര്യമില്ലെന്ന് പറയും. അയാൾ കൊടുത്ത സമ്മാനം ഇവള് വാങ്ങിക്കുന്നില്ല. അയാളുടെ പ്രണയത്തോടും താല്പര്യം കാണിക്കുന്നില്ല. ഇതിൽ ദേഷ്യം വന്ന കേണൽ പെണ്ണിനൊരു അടി കൊടുത്ത് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്നിട്ട് അയാളുടെ ചട്ടം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, എന്നെ എതിർത്താൽ എല്ലാത്തിനെയും തീർത്ത് കളയെന്ന് പറയുമ്പോൾ പെണ്ണ് ചാടി എഴുന്നേറ്റ് വാണി വിശ്വനാഥായിട്ട് മാറും. പട്ടാളത്തിൽ നിനക്ക് മാത്രമല്ലടാ ട്രെയിനിങ് തന്നിട്ടുള്ളത്, എനിക്കും തന്നിട്ടുണ്ട്. പെണ്ണുങ്ങളെ മേത്ത് കൈവയ്ക്കുന്നോടാന്ന് ചോദിച്ചിട്ട് അവന് പൊതിരെ തല്ല് പൊക്കിയെടുത്ത് നിലത്തടിക്കുന്നുണ്ട്. ഇയാൾ ബോധം കെട്ട് കിടക്കുമ്പോൾ പെണ്ണ് തൊപ്പിയും ധരിച്ച് കതക് തുറന്ന് പുറത്തേക്ക് പോകും. കതക് തുറക്കുമ്പോഴാണ് സൗത്ത് ഹീറോ അവിടെ ഉള്ളതായിട്ട് കാണാം. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുകയായിരുന്നു, ഇപ്പൊ കുടിച്ചു കഴിഞ്ഞു വാ പോകാന്ന് പറഞ്ഞ് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് പോകും. അവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടെ സൗത്തിലെ കൂട്ടുകാരൻ പട്ടാളക്കാരൻ, പുള്ളിക്കാരൻ ഈ ലോട്ടറി ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ലോട്ടറി ഓഫീസിന് ഫ്രണ്ടിലായി ഇത് ക്ലെയിം ചെയ്യാൻ ഇടനിലക്കാരായ ബ്രോക്കർമാരുണ്ടാവും. അവർക്ക് 20% കമ്മീഷൻ കിട്ടും അവര് മുഖാന്തരം ക്ലെയിം ചെയ്താൽ. എന്നാൽ അതിൽ കുറെ കൊള്ളക്കാരുണ്ടാവും, അവന്മാര് പറ്റിക്കും. അതുകൊണ്ട് അവന്മാരെ ഉപയോഗിക്കാതെ നേരിട്ട് പോയി ക്ലെയിം ചെയ്യാനായിരിക്കും ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടാവുക. സോ നമ്മുടെ കൂട്ടുകാരൻ അവർക്കൊന്നും തല കൊടുക്കാതെ നേരിട്ട് ഈ ലോട്ടറി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിക്കാര് നേരത്തെ നമ്മുടെ പട്ടാളക്കാരനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. നീയല്ലടാ കാമപ്രാന്തം പട്ടാളക്കാരൻ, നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കായിരുന്നു, ഇനി രക്ഷപ്പെടാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിക്കാര് നമ്മുടെ ചെറുക്കനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ നോക്കുക. ഇനി ഇവിടെ നിന്നാ പണിയാവെന്ന് പറഞ്ഞ് ചെക്കൻ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. ഈ സമയത്താണ് ക്യാപ്റ്റൻ യാദൃച്ഛികമായി സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അതിനകത്ത് അവന്റെ ചെറുക്കൻ നിറഞ്ഞു കിടക്കുന്നു. ഫോൺ വിളിച്ച് നോക്കുമ്പോൾ പട്ടാള ചെക്കന്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചുപോയി. റിംഗ് അടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നുമില്ല. ക്യാപ്റ്റൻ ആകെ ടെൻഷനാവും. ഇനി അവൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാനാ? മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥ. ഈ സമയത്ത് നോർത്തിലെ ആ വൃത്തികെട്ട കേണലില്ലേ, അയാള് പുതുതായിട്ട് വന്ന ന്യൂ ജോയിനികളുടെ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഹീറോയിൻ വിളിച്ചുകൊണ്ട് പോയ നമ്മുടെ സൗത്ത് ഹീറോ, അവർ രണ്ടുപേരും കൈകോർത്തോണ്ട് പോയത് കേണലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ ഏതോ ഒരു സുന്ദരൻ പുതുതായിട്ട് വന്നിരിക്കുന്നു, അവൻ എൻ്റെ പെണ്ണിനെ അടിച്ചു മാറ്റാൻ നോക്കുകയാണോ, ഇവൻ ആരാണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ ഡാറ്റ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവൻ എവിടുന്നാണ് വന്നത് എവിടുന്നാണ് പോയത് ഒന്നും തന്നെ റെക്കോർഡിലില്ല. ഇവന്റെ പ്രത്യക്ഷപ്പെടലിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് കേണലിന് മനസ്സിലായി. കേണൽ ഉടനെ ഹീറോയെ വിളിച്ചു വരുത്തുന്നു. നിന്റെ ശരിക്കുള്ള നാട് എവിടെയാണെന്ന് ചോദിക്കും. ഹീറോ ഹംയോങ് എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറയും. അപ്പൊ കേണൽ, ഞാനും ഹംയോങ് നാ. ഹംയോങ്ങിൽ ഏത് ഗ്രാമത്തിൽ നിന്നാണ് നീ വരുന്നത് പറയും. അതിനുള്ള ഉത്തരം പറയാൻ ഹീറോയ്ക്ക് ഗ്രാമങ്ങളുടെ പേരൊന്നും അറിയില്ല. അവനാകെപ്പെട്ടു. കേണലിൽ തോക്കെടുത്ത് ടേബിളിൽ വെക്കും. സത്യം പറ, നീ എവിടുന്ന് വന്നു? ശരിക്കും നിന്നെ ആരാണ് പറഞ്ഞു വിട്ടത്? നീ ഏത് നാടിന്റെ ചാരനാണ്? ഉത്തരം പറയാൻ പറ്റാതെ ഹീറോ നിൽക്കുമ്പോഴാണ് നമ്മുടെ നോർത്ത് ലേഡി അങ്ങോട്ട് കയറി വരുന്നത്. കേണൽ പറയും, നീ വന്നത് നന്നായി. നിന്റെ ചേട്ടനെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ റെക്കോർഡുകളൊന്നുമില്ലാതെ ഒരു ഗോസ്റ്റിനെ പോലെ ഒരു പട്ടാളക്കാരൻ കയറി വന്നിരിക്കുന്നു. ഇവൻ ആരാണ്? ഇവൻ ഏത് നാടിന്റെ ചാരനാണ്? ഇവന് നീയുമായിട്ട് എന്താണ് ബന്ധം? അതറിയാതെ ഇവനെ ഞാൻ ജീവനോടെ വിടില്ല. സത്യം പറയടാന്ന് ചോദിച്ചിട്ട് ഇയാൾ തോക്കെടുത്ത് ഹീറോയുടെ തലയിൽ വെക്കും. ഹീറോ സത്യം പറയാൻ തയ്യാറാവുക. ഞാൻ സൗത്ത് കൊറിയൻ എന്നവൻ പറയുമ്പോഴേക്കും ഹീറോയിൻ ചാടി വീണ് അവനെ വലിച്ചിട്ട് ചവിട്ടാൻ തുടങ്ങും. ഇത്രയും നാള് ഞങ്ങളെ പറ്റിക്കാൻ നോക്കായിരുന്നു, ഇവനെ ഞാൻ വെറുതെ വിടില്ല. കേണൽ ഹീറോനെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ ആക്ഷനിലേക്ക് ചാടി ഇറങ്ങിയതാ. എന്നിട്ട് കേണലെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് ഇവനെ ഞാൻ കൊല്ലാതിരിക്കില്ല എന്നും പറഞ്ഞ് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുന്നതിന്റെ ഇടയ്ക്ക് കേണലിന്റെ മണ്ടയ്ക്കൊരു അടി കൊടുത്ത് അയാൾ ഓഫാക്കി കളയും. അപ്പോഴാണ് ക്യാപ്റ്റൻ വരുന്നത്. ക്യാപ്റ്റനോട് പെണ്ണ് പറയും, ക്യാപ്റ്റൻ, കേണലെല്ലാം മനസ്സിലാക്കി, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കേണൽ ഭിത്തിയിലടിച്ച് വീഴാൻ നേരം അവിടെ ഭിത്തി പൊളിഞ്ഞ് മറ്റൊരു ചെറിയ റൂം ഉള്ളതായിട്ട് ക്യാപ്റ്റന് കാണാൻ കഴിഞ്ഞു. അതിനകത്താണ് സൗത്തിനെ രഹസ്യമായി കോണ്ടാക്ട് ചെയ്യാനുള്ള ടെലഫോൺ ഒളിച്ചു വെച്ചിരിക്കുന്നു. ക്യാപ്റ്റൻ പറയും, ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് സൗത്ത് കൊറിയയായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ പാർക്ക് ഹീറോയെ എത്രയും പെട്ടെന്ന് സൗത്തിലേക്ക് തിരിച്ച് പറഞ്ഞുവിടാം. അല്ലെങ്കിൽ ഇത് മുകളിൽ അറിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ആപത്താം. ഇത് കേൾക്കുമ്പോൾ ഹീറോയും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന കേണലിന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ക്യാപ്റ്റൻ പറയും, കേണലിന്റെ കാര്യം ഞാൻ നോക്കാം. ഇവനൊന്നും സംസാരിക്കാതിരിക്കാനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളാർക്കും ആപത്തുണ്ടാവില്ല. ചെറുക്കനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഹീറോയെ പറഞ്ഞുവിടും. എന്നിട്ട് ഈ രഹസ്യ ഫോൺ ഉപയോഗിച്ച് സൗത്ത് ക്യാപ്റ്റനെ വിളിച്ച്, ഇവിടെ സിറ്റുവേഷൻ മോശമായി, ഞാൻ നിങ്ങളുടെ സോൾജർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സോൾജറെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇനിയും ഈ സീക്രട്ട് ഡീല് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയും. ഈ സമയത്ത് പാർക്ക് ഹീറോ തിരിച്ച് ബോർഡറിലേക്ക് ഓടി വരികയാണ്. പോകാൻ നേരം കൊച്ചു പയ്യനോട് ബൈ പറയുമ്പോൾ അവൻ ആ കളഞ്ഞു കിട്ടിയ പന്നിക്കുട്ടിയെ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് കാട്ടി കൊണ്ടുപോയി അതിന്റെ അമ്മയോടൊപ്പം ചേർക്കാൻ പറയും. നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ നിങ്ങളെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ സ്നേഹവും പറയുന്നുണ്ട്. കൊച്ചുപയ്യന് ബയ്യം പറഞ്ഞ് ഹീറോ ആ പന്നിക്കുട്ടിയെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കാട്ടിവിടും. എന്നിട്ട് ആ സപ്ലൈ ഏരിയയിലേക്ക് ഓടിപ്പോവുക. ഈ നേരത്ത് ഇവിടെ നോർത്തില് നമ്മുടെ ക്യാപ്റ്റൻ കേണൽ എഴുന്നേപ്പിച്ച്, തനിക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം.
ഒന്ന്, ഞങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ ഒരു വലിയ പങ്ക് ഞാൻ തനിക്ക് തരും. അതല്ലെങ്കിൽ നമ്മൾ 2 പേരിൽ ആർക്കാണോ കയ്യൊക്കെ കൂടുതൽ അവൻ ജയിക്കുന്നു, മറ്റവൻ മരിക്കുന്നു. തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് ക്യാപ്റ്റൻ ഒരേ ഒരു ബുള്ളറ്റ് മാത്രം ടേബിളിന് നടുവിലേക്ക് വെക്കും. അപ്പൊ കേണൽ പറയും, ഒരുത്തന്റെ കാലടിയിലും കിടക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ കയ്യൊക്കെ നീ കണ്ടിട്ടില്ലല്ലോ, നീ അത് കാണാൻ പോകുന്നേ ഉള്ളൂ. അതായത് കേണൽ മത്സരത്തിന് തയ്യാറാണ്. തോക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് ആരാണോ പെട്ടെന്ന് അസംബിൾ ചെയ്യുന്നത് അയാൾക്ക് മറ്റേ ആളെ കൊന്നുകളയാം. അതാണ് മത്സരം. ഇവരുടനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യാപ്റ്റനായിരിക്കും പെട്ടെന്ന് തന്നെ തോക്ക് അസംബിൾ ചെയ്യാം. ഇനി ആ ഉണ്ടയിട്ട് കേണലെ മണ്ടയ്ക്കൊന്ന് പൊട്ടിച്ചാൽ മതി. ഇയാൾ ആ ഉണ്ടയെടുക്കുമ്പോഴേക്കും കേണൽ ക്യാപ്റ്റന്റെ മണ്ടയ്ക്കൊന്ന് പൊട്ടിച്ച് ക്യാപ്റ്റനെ സൈഡാക്കും. ഈ സമയത്ത് സൗത്ത് ക്യാപ്റ്റനല്ലേ, അയാള് ഈ ലോട്ടറി ആയിട്ട് പോയ ചെക്കനെ തേടിക്കൊണ്ടിരിക്കുക. അവന്റെ മൊബൈലും കളഞ്ഞു പോയില്ലേ. അപ്പോഴാണ് ഈ പട്ടാള ചെക്കൻ പോകുന്ന സ്ഥലമെല്ലാം എവിടെ പോകുന്നോ അതിനെല്ലാം ആൾക്കാർ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവസാന നിമിഷം ആൾ എവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുവരെ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ക്യാപ്റ്റൻ ആ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറന്റിൽ വിളിച്ചിട്ട് എല്ലാവരും അന്വേഷിക്കുന്ന ആ മിസ്റ്റർ പെർവേർട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കണം, എനിക്കൊരു കാര്യം ചോദിക്കാനാണെന്ന് പറയും. അങ്ങനെ ക്യാപ്റ്റൻ പണം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പണം കിട്ടിയില്ല, ലോട്ടറി ഓഫീസിൽ നിന്ന് അവരെന്നെ അടിച്ചു പുറത്താക്കി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പ്ലാൻ ഇപ്പം ക്യാൻസലായി, എത്രയും പെട്ടെന്ന് തിരിച്ചു വാ എന്ന് പറയും ക്യാപ്റ്റൻ. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഡസ്പായിട്ടിരിക്കുന്ന നമ്മുടെ സോൾജറുടെ അടുത്തേക്ക് ഈ ലോട്ടറി സെന്ററിലെ ഒരു ബ്രോക്കർ വരുന്നുണ്ട്. അയാൾ വന്ന് നിന്റെ കയ്യിൽ ലോട്ടറി ഉണ്ടോയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് കട്ട് ചെയ്താൽ ഇവിടെ ഹീറോയിനെയും കൊണ്ട് ഹീറോയിൻ സപ്ലൈ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ നോർത്ത് ഹീറോയും കൂട്ടുകാരനും ഇരിപ്പുണ്ടാവും. പെണ്ണ് ഓടിച്ചെന്ന് ചേട്ടന്റെ കുശല വിവരങ്ങൾ അന്വേഷിക്കുന്നു. ആ സമയത്ത് ഹീറോ കൈവേദനിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവൾ ഓടി വന്ന് പാർക്ക് ഹീറോനെ കെട്ടിപ്പിടിക്കും. അനിയത്തിയും സൗത്തനും തമ്മിലുള്ള ലൈന് കണ്ടിട്ട് ചേട്ടനാകെ കലിതുള്ളി നിൽക്കുക. അപ്പോഴാണ് നോർത്ത് കൂട്ടുകാരൻ സോൾജർ സൗത്ത് ക്യാപ്റ്റനോട് ചോദിക്കുന്നത് പൈസ കിട്ടിയോന്ന്. ക്യാപ്റ്റൻ പറയും, ഒരു മണ്ടനെയാണ് ഞാൻ പറഞ്ഞു വിട്ടത്, എല്ലാം കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും കിട്ടാനില്ല. ആ നേരത്ത് ചെക്കൻ സോൾജർ ഒരു ബ്രോക്കർ വട്ടിപ്പലിശക്കാരിയുടെ കാറിലായിരിക്കും. ഇവിടെ നോർത്ത് ഹീറോ, നീ എന്റെ പെങ്ങളെ വളച്ചുവല്ലടാ, നാട് വിട്ട് നാട് വന്ന് എന്റെ പെങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ചിട്ട് സൗത്ത് ഹീറോ ആയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹീറോയിനിടയിൽ കയറി, ഞാൻ കളിക്കുട്ടിയൊന്നുമല്ല, എനിക്ക് പ്രായപൂർത്തിയായിട്ട് വർഷങ്ങളായി, എന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, എന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയാം, നമ്മളെ നാടിന്റെ പ്രശ്നങ്ങളും അറിയാം, എന്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തോളാം, നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കും. പൈസ കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് എല്ലാവരും പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ലോട്ടറി ആയിട്ട് പോയ സോൾജർ അങ്ങോട്ട് ഓടി വരുന്നു. എന്തു പറ്റിയടാ, പണം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ബാഗ് നിറച്ച് പണം അവൻ കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നിനക്ക് കിട്ടി, നിന്നെ അവർ ഓടിച്ചു എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ സോൾജറിനെ വിളിച്ചോണ്ട് പോയ ആ വട്ടിപ്പലിശക്കാര് അവര് ബ്രോക്കർമാരാ, ഈ ലോട്ടറിയുടെ ബ്രോക്കർമാരാ. അവർക്ക് നേരിട്ട് ഈ ലോട്ടറി കൊടുത്താൽ മതി. അവരവരെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കിയുള്ള മുഴുവൻ പണവും ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുക്കും. അങ്ങനെ സ്പോട്ടിൽ തന്നെ പട്ടാളച്ചക്കന് പണം കൊടുക്കാന്ന് അവർ പറയാണ്. ലോട്ടറി കാണിച്ചു കൊടുക്കണം. ഇവൻ സിബ് തുറഞ്ഞ് കാണിച്ചു കൊടുക്കും, ഇതാ ലോട്ടറി എന്ന് പറഞ്ഞ്. ആ ചേച്ചി പേടിച്ച് ഇവൻ എന്തൊക്കെയോ കാണിക്കുന്നു, ഇവന് വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ് വഴക്കാം. നമ്മുടെ പട്ടാളച്ചക്കനാണെങ്കിൽ കരഞ്ഞോണ്ട് പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, ഒരു മണ്ടൻ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എനിക്ക്, അയാളാണ് ഈ ഭാഗത്ത് പൗച്ചടിച്ച് ഈ ലോട്ടറി സേഫ് ആയിട്ട് തന്നുവിട്ടത്, അവൻ കാരണം എല്ലായിടത്തും ഞാൻ നാണം കെട്ടു, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കും എന്നും പറഞ്ഞ് ഇവൻ ആ ലോട്ടറി എടുത്ത് കാണിക്കും. അങ്ങനെ ലോട്ടറി അവർക്ക് കൈയോടെ കൊടുക്കുമ്പോൾ അവർ ഉടനെ പണം തന്നു. ആ പണം എടുത്തിട്ടാണ് നമ്മുടെ ചെക്കൻ ഇപ്പോൾ കൂട്ടുകാർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പൈസ കിട്ടിയ സന്തോഷത്തിൽ ആൾക്കാർ ഇരിക്കുമ്പോൾ നോർത്ത് കേണൽ ആ നോർത്ത് ക്യാപ്റ്റനെ തോക്കുമുനെ നിർത്തിക്കൊണ്ടുവരും. അയാൾക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടി. നോർത്തിലെ കൂട്ടുകാരൻ പട്ടാളക്കാരൻ പറയാ, സാർ ഞങ്ങളൊന്നും ചെയ്യരുത്, ഇതിലൊരു പങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, ഞങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, കുടുംബ ദാരിദ്ര്യം കൊണ്ട് ഈ ലോട്ടറി പണം കരസ്ഥമാക്കാൻ നോക്കി, അത്രയേ ഉള്ളൂ, ഞങ്ങളോട് ക്ഷമിക്കണം, ഇതിലൊരു പങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് ചോദിക്കുമ്പോൾ കേണൽ ആ പണത്തിന്റെ ബാഗ് എടുത്തിട്ട്, ഇതിലൊരു നയാ പൈസയ്ക്ക് പോലും നിങ്ങൾ ആർക്കും അവകാശമില്ല, എന്നെ പറ്റിച്ച് പണം ഉണ്ടാക്കാന്ന് വിചാരിച്ചോ, ഇത് മുഴുവൻ എനിക്കുള്ളതാ, നിങ്ങളെല്ലാവരെയും കൊന്നുകളഞ്ഞാലും ചോദിക്കാൻ ആരും വരില്ല, ഫ്രീ കൊറിയലുണ്ടായ ഒരു ക്ലാഷ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യും, എല്ലാവരും ഒരുമിച്ച് നിന്നോ, മരിക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് കേണൽ ഇവരെ എല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഒരു പുതിയ അതിഥിയുടെ വരവ്. നമ്മുടെ അമ്മ പന്നി, ആ പെരും പന്നി ഈ കളത്തിലേക്ക് കടന്നു വരും. അത് കുഞ്ഞിനെ അന്വേഷിച്ച് വന്നിരിക്കുക. പണത്തിന്റെ ബാഗ് കാണുമ്പോൾ അതിനതിന്റെ കൊച്ചു കുട്ടിയാണ് അവിടെ കിടക്കണേന്ന് തോന്നും. ഈ കേണൽ ഇടിച്ചിട്ട് ആ പണവും പൊക്കിയെടുത്ത് പന്നി മൈൻ ഫീൽഡിലേക്ക് ഓടിപ്പോവും. കേണൽ തോക്കും കൊണ്ട് ആ പന്നിയെ കൊല്ലാൻ വേണ്ടി പുറകെ ഓടുക. പക്ഷേ ഈ മൈൻ ഫീൽഡിലൂടെ പന്നി ഓടിപ്പോകുമ്പോൾ ഒരുപാട് കുഴിബോംബുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിലെ ഒരു കുഴിബോംബി ചവിട്ടി കേണലും ആകാശത്തേക്ക് പൊട്ടിച്ചെതറി പറന്നു വരും. പുറകെ ചെന്ന നോർത്ത് പട്ടാളക്കാരൻ കേണൽ ബോംബി തട്ടി പറന്നുപോയി.
നമ്മുടെ പണവും കൊണ്ട് പന്നിയും കാട്ടിലേക്ക് ഓടിപ്പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയായി. ഇനി എന്ത് ചെയ്യാനാ? എല്ലാവർക്കും വേണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ചെക്കൻ പട്ടാളക്കാരൻ ഒന്നും കൈവിട്ട് പോയിട്ടില്ല. എന്റെ കയ്യിലുണ്ട് എല്ലാം, ഞാനെടുത്ത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവനവന്റെ ശരീരത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന പണം എല്ലാം പുറത്തേക്ക് എടുക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന അവൻ അറിയായിരുന്നു. അതുകൊണ്ട് ബാഗിനകത്ത് മോളി കാണാൻ മാത്രം കുറച്ച് പണം വെച്ചിട്ട് ബാക്കിയുള്ള പണമെല്ലാം ഇവൻ ശരീരത്ത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആരും വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത്രയും പണം ഡോളറായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് തന്നെ നമ്മൾ പിരിച്ചെടുത്താൽ മതി, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാം. ഇപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ ചിരിക്കും. ഇത് കാണുമ്പോൾ സങ്കടത്തിൽപ്പെട്ട എല്ലാവർക്കും സന്തോഷം വന്നു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ മിച്ചം കിട്ടിയ പണം തുല്യമായി പിരിച്ചെടുത്ത് ഇപ്പം എല്ലാവരും ബൈ പറഞ്ഞ് പിരിയാണ്. നമ്മുടെ ഹീറോയോട് പറയും, നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്കൊരു ഫാം തുടങ്ങാൻ കഴിയട്ടെ. അവൻ തിരിച്ചു പറയും, നിന്റെ ആഗ്രഹം പോലെ നീ ഒരു പാട്ടുകാരിയാവട്ടെ, എൻ്റെ ഫാമിലേക്ക് പാടാൻ വരാവോ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് പിരിയുന്നു. പിറ്റേന്ന് മുതൽ ബോർഡറിൽ നോർത്ത് സൈഡിൽ നിന്ന് പ്രണയത്തിന്റെ പാട്ടുകളാണ് കേൾക്കുന്ന മൈക്ക് സെറ്റിൽ കൂടെ. ഹീറോയിൻ തന്റെ കാമുകന് വേണ്ടി കാലത്ത് തന്നെ പാടാൻ തുടങ്ങും. അത് ഇവിടുന്ന് പാർക്ക് കേട്ട് ആസ്വദിക്കുക. അവിടെ വെച്ച് ഈ 645 എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.